പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങേറ്റ് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെയും പരിത്യാഗത്തിലൂടെയും ചെയ്യുന്ന പ്രാർത്ഥനകൾ ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുടെ മോചനം കൊടുക്കണമേ. ഇന്നേ ദിവസം മരിച്ച എല്ലാ ആത്മാക്കളെയും എത്രയും പെട്ടെന്ന് സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. അവരുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. അവരോട് കരുണ കാണിക്കണമേ. അമ്മേ മാതാവേ, മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഞങ്ങൾ മരിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ മരിച്ചവർക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. അവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. അവരുടെ കടങ്ങളും പാവങ്ങളും അമ്മേ മാതാവേ ക്ഷമിക്കുവാൻ ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ ഈശോയെ, എൻ്റെ പ്രായത്തിൽ മരിച്ചുപോയ എല്ലാവരെയും അമ്മേ മാതാവേ, മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അമ്മ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ ഈശോയെ, എൻ്റെ പരിചയത്തിലുള്ളവരും എൻ്റെ പ്രായത്തിലുള്ളവരും എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടിയും ഈശോയെ, മരിച്ചുപോയ വൈദികർ, സിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന അമ്മേ മാതാവേ, മാതാവിൻ്റെ വിമൃതിയിൽ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തെ ഭീകരമായ അഗ്നിയെ ദൈവം ഒരു സ്ത്രീക്ക് കാണിച്ചു കൊടുത്തു. പാവികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവരുടെ പാവങ്ങളുടെ എണ്ണത്തിന് തുല്യമാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങൾ അവളുടെ ആത്മാവിനെ വളരെ അഗാധമായി സ്പർശിച്ചതിനാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി അവൾ എല്ലാ സഹനങ്ങളും സഹിച്ചു. ദൈവം അവളോട് പറഞ്ഞു, നിന്നിട്ട് താങ്ങുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി ഭാരം വഹിച്ചു സ്വയം അവരിടം വരുത്തി വെട്ടരുത്. അവളുടെ ആത്മാവ് സങ്കടപൂർവ്വം മറുപടി കൊടുത്തു, ദൈവമേ, കുറച്ചു പേരെയെങ്കിലും മോചിപ്പിക്കുവാനായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ചോദിച്ചു, എത്ര പേരെ ഞാൻ സ്വതന്ത്രരാക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്തം വഴി നിന്റെ കാരുണ്യത്തിന് അനുസൃതമായി കഴിയുന്നത്ര പേരെ സ്വതന്ത്രരാക്കുക. അവൾ മറുപടി കൊടുത്തു. അപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ 1000 പേരെ എടുത്തിട്ടുള്ളരാ. ആ പാവപ്പെട്ട ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിന് പുറത്തേക്കെടുക്കപ്പെട്ടു. അവർ അഗ്നിയാൽ പൊള്ളിയ നിലയിലും രക്തമൊലിക്കുന്നതും വൃത്തിഹീനവുമായിരുന്ന അവസ്ഥയിലായിരുന്നു. ആത്മാവ് ചോദിച്ചു, ദൈവമേ, ഇനി ഈ ആത്മാക്കൾക്ക് എന്തു സംഭവിക്കും? കാരണം അവർക്ക് ഈ അവസ്ഥയിൽ സ്വർഗീയ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ തൻ്റെ കാരുണ്യത്താൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, നിന്റെ നേത്രങ്ങളിൽ നിന്നും ഒഴുകിയ സ്നേഹമാവുന്ന കണ്ണുനീർ കൊണ്ട് നീ അവരെ കുളിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു പരന്ന പാത്രം പ്രത്യക്ഷപ്പെട്ടു. അസന്തുഷ്ടരായിരുന്ന ആ ആത്മാക്കൾ ഉടനെ തന്നെ അതിലേക്ക് എടുത്തു ചാടുകയും ആ സ്നേഹത്തിൽ മുന്നിക്കുളിക്കുകയും ചെയ്തു. സൂര്യനെ പോലെ തിളങ്ങുന്നവരായി അവർ മാറി. അടക്കാനാവാത്ത സന്തോഷത്തോടുകൂടി സ്ത്രീ പറഞ്ഞു, എല്ലാ ആത്മാക്കളും അങ്ങയെ എന്നേക്ക് സ്തുതിക്കും. ഇപ്പോൾ ഇവർ സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യരായിരിക്കുന്നു. അവരുടെ ശിരസിൽ അവരെ വീണ്ടെടുത്ത സ്നേഹത്തിന്റെ കിരീടം ചൂടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നേക്കുമായി ഈ കിരീടം ധരിക്കുക. അതിനാൽ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ സമയത്തിനും 9 വർഷം മുമ്പേ സ്നേഹത്തിന്റെ കണ്ണുനീരാൽ ഞാൻ മോചിതരായി
എന്ന് എൻ്റെ രാജ്യത്തെ മുഴുവൻ പേരും അറിയുവാൻ ഇടവരട്ടെ. നമ്മട്ടും ചിന്തിക്കാം, ദൈവത്തെ പോലെ നമ്മട്ടും കരുണയുള്ളവരാകാൻ ശ്രമിക്കാം. എൻ്റെ ഈശോയെ, ഈശോ വിശുദ്ധ ജെറുത്രൂദിന് പ്രാർത്ഥന കൊടുത്തല്ലോ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ നമ്മട്ടും ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. സ്വർഗ്ഗസ്നായകനുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേറ്റു. ആമേൻ. ഈശോയെ, ഞങ്ങളും ഈ പ്രാർത്ഥന നിരന്തരമായി ഏറ്റുചൊല്ലുന്നു. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ എത്രയും പെട്ടെന്ന് അവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. അമ്മേ, മാതാവേ, മാതാവിൻ്റെ ബിംബഹൃദയത്തിന് ഞങ്ങൾ എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തിൻ്റെയും ഫലമായി അമ്മേ, മാതാവേ, അവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കാൻ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.